അടുപ്പിച്ചടുപ്പിച്ച് നിരനിരയെ കുഴികളാണ്. 2, 7. ഇതുകൊണ്ടും തീർന്നില്ല, അങ്ങോട്ട് നിരന്ന് കിടക്കുകയാണ് കുഴികള്. ഞാൻ വണ്ടി കാണിച്ചു എത്ര കുഴിയാണ് നമ്മളെ കാണിച്ചു തരാം. 95, 100, 101, 102, 103, 105. വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊരു ബോർഡ് മേൽപ്പാലത്തിൽ വെച്ചു മടങ്ങിയ ദേശീയപാത അതോറിറ്റി അധികൃതരുടെ കണ്ണു തുറന്നു. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥർ പാലത്തിലെത്തി കുഴിയടക്കൽ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ കുഴികൾ അടയ്ക്കാനുള്ള ജോലികൾ ആരംഭിച്ചു. ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായും കുഴിയടച്ച് താൽക്കാലികമായി പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ദേശീയപാത അധികൃതരുടെ ശ്രമം. മരട് നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവരും പാലത്തിലെത്തി നിർമ്മാണ ജോലികൾ വിലയിരുത്തി. വാർത്തയും പ്രതിഷേധത്തിനും ഗുണം കണ്ടു അല്ലേ? മാതൃഭൂമി ചാനൽ ഈ പറയുന്ന പോലെ കൃത്യമായി കുഴിയെണ്ണി പോകുന്ന വിഷയം കണ്ടപ്പോഴാണ് അത് അത്രമാത്രം ഗൗരവമുണ്ടെന്ന്. അതാണ് ഞങ്ങൾ ഉടനെ തന്നെ ഇത് സമരമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അവിടെ ചെല്ലുകയും നമുക്ക് ഉറപ്പ് മേടിച്ച് ആ ഉറപ്പ് മേടിച്ചത് അവർ ഞങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. തേവര കുണ്ടന്നൂർ മേൽപ്പാലം ഉൾപ്പെടുന്ന NH 966B നവീകരണത്തിന് കഴിഞ്ഞ വർഷം തന്നെ തുക അനുവദിച്ചതാണ്. എന്നാൽ പാലത്തിലെ ഉപരിതല ജോലികൾ ആരംഭിക്കും മുമ്പ് നിലവിലെ ടാർ മൈലിംഗ് ചെയ്ത് നീക്കേണ്ടതുണ്ട്. നിലവിലുള്ള ഒരു തരി പോലും ടാറില്ലാതെ ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അത് ഒരിക്കലും വരാത്ത രീതിയിൽ ആധുനിക രീതിയിലുള്ള ടാറിങ്ങാണ് ഇനി ചെയ്യാൻ പോകുന്ന. അതിനുള്ള ടെൻഡർ നടപടികളെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്. ജോലികൾ ആരംഭിക്കാൻ വൈകുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കാലാവസ്ഥയെ പഴിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി. കുഴിയിൽ വീഴാതെ കുറച്ചു നാളത്തേക്കെങ്കിലും തേവര കുണ്ടന്നൂർ മേൽപ്പാലത്തിലൂടെ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് സുരക്ഷിതമായി പോകാമെന്നതാണ് ആശ്വാസകരം. ക്യാമറമാൻ വേണുവിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.